ഞാനൊരു കവിതയിൽ നിന്ന് തന്നെ തുടങ്ങാം. എൻ്റെ ജീവിതത്തെ അടയാളപ്പെടുത്തിയ ആദ്യത്തെ കവിത ഒരു ആഴങ്ങളിലെ ജീവിതം എന്ന് പറഞ്ഞ ഒരു കവിതയാണ്. ദേശാഭിമാനി വാരികയിൽ വന്നതായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. എൻ്റെ ജീവിതവുമായിട്ട് വലിയ ബന്ധമുള്ള ഒരു കവിതയായിരുന്നു ആഴങ്ങളിലെ ജീവിതം. എൻ്റെ ഒടുങ്ങാത്ത വിശപ്പ് ഉടലിൻ്റെ അതിർത്തി ഭേദിച്ച് നിൻ്റെ പാത്രത്തിലേക്ക് എൻ്റെ നോട്ടം. കറുപ്പും വിശപ്പും എൻ്റെ ബോധമണ്ഡലങ്ങളിൽ കമ്പിളി പുതപ്പിച്ചിരിക്കുന്നു. കാലം സാക്ഷിയാകുന്നു എന്ന് ഞാൻ വായിച്ചത് നിൻ്റെ പറഞ്ഞുപോയ ഗ്രന്ഥത്താളിൽ നിന്ന്. സ്വർഗവും നരകവും മുന്നിൽ നിരത്തി പ്രവാചകൻ ചിരിക്കുമ്പോൾ എൻ്റെ പാനപാത്രം തുരുമ്പിച്ച് തുളവീണു പോയിരിക്കുന്നു. കവിത ഇനിയും ഉണ്ട്, പക്ഷേ ഞാനിവിടെ വെച്ച് നിർത്തുകയാണ്. ഈ കവിതയ്ക്ക് എൻ്റെ വിശപ്പ്, എൻ്റെ ബാല്യം, എൻ്റെ ജീവിതം തന്നെ അടയാളപ്പെടുത്തിയിട്ട് ഉണ്ട്. എന്താണ് എൻ്റെ ജീവിതം എന്ന് പറയുന്നത്? ആദ്യം പറയേണ്ടത് എൻ്റെ വിശപ്പ് തന്നെയാണ്. പിന്നെ രണ്ടാമത് പറയുന്നത് എനിക്ക് പഠിക്കാൻ കഴിയാത്തതിൻ്റെ ഒരു വിഷമം. മറ്റൊരാളുടെ പുസ്തകത്തിലേക്ക് നോക്കുക, ആ അറിവിനെയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. മറ്റൊരാളുടെ പുസ്തകത്തിൽ നിന്ന് അല്ല, മറ്റൊരാളുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത അറിവ്. മറ്റൊന്ന്, ഓരോ മനുഷ്യരും മറ്റൊരുത്തൻ്റെ പാത്രത്തിലേക്കാണ് നോക്കുന്നത്. ഈ മൂന്ന് ഘട്ടവും എൻ്റെ ജീവിതമായിട്ട് വലിയ ബന്ധമുള്ളതാണ്. ഇത് എൻ്റെ 5ാം ക്ലാസ്സിന് ശേഷം സ്കൂൾ പഠനം നടത്തി അതിനുശേഷമുള്ള ഒരു നിരാശാബോധത്തിൽ നിന്നാണ് ഞാൻ പുസ്തകങ്ങളെ അന്വേഷിച്ചു പോകുന്നത്. എങ്ങനെയാണ് ഈ അറിവില്ലായ്മയെ മറികടക്കുക കഴിയുക എന്നത് ഞാൻ പുസ്തകത്തിലൂടെ കണ്ടെത്തി. അതിന് ഒരു കാരണമുണ്ട്. ഒരു സ്കൂൾ 5ാം ക്ലാസ്സിൽ നിർത്തി അതിനുശേഷം പൈക്കളയെല്ലാം മയിച്ച് നടക്കുമ്പോൾ ഒരു പുസ്തകം കിട്ടുകയാണ്. നോറ അദമ്യാൻ എന്ന് പറഞ്ഞ ഒരു പുസ്തകം. ആ പുസ്തകത്തിൽ ഒരു വരി എന്നെ വലിയ ചിന്താശേഷിയിലേക്ക് വളർത്തിക്കൊണ്ടുവന്നു. ഞാൻ നിനക്കൊപ്പം എത്താൻ വലിഞ്ഞു നടക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു വരി. ഈ വരിയാണ് എന്നെ ഇപ്പോഴും ഈ നിമിഷം വരെ ജീവിപ്പിക്കുന്നത്. ഞാൻ ആർക്കൊപ്പമാണ് നടക്കേണ്ടത്? ആ ആഗ്രഹം, ഞാൻ ആർക്കൊപ്പം നടക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അത് അവരിലേക്ക് തന്നെ, അവരൊക്കൊപ്പം തന്നെ നടത്താൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പല എഴുത്തുകാരുമായിട്ട്, വലിയ വലിയ എഴുത്തുകാരുമായിട്ട് അടുത്തിരിക്കാൻ എനിക്ക് കഴിഞ്ഞത് എന്ന് പറയുന്നത് എൻ്റെ ആഗ്രഹമാണ്. ഈ വരിയാണ്. ഈ വരിക്ക് ശേഷം ഞാൻ വായിക്കാൻ തുടങ്ങി. ഓരോ വായിച്ചെടുക്കുന്ന ഓരോ അർത്ഥതലങ്ങളെയും എൻ്റെ ജീവിതത്തിലേക്ക് പകർത്താൻ തുടങ്ങി. അങ്ങനെ എനിക്കും എഴുതാൻ പറ്റും എന്നുള്ളൊരു തോന്നലുണ്ടായി. അങ്ങനെ ഒരുപാട് കവിതകൾ അന്നേരം എഴുതി. പക്ഷേ ഈ ജീവിതത്തിൻ്റെ ക്രൂരമായ ഭാവം ചില സ്ഥലങ്ങളിൽ നിന്ന്, ചില ഘട്ടങ്ങളിൽ നിന്ന് ഞാൻ തളർന്നു പോയിട്ടുണ്ട്. ഈ തളർച്ച എന്ന് പറയുന്നത് ഈ പ്രണയ ജീവിതം, വിവാഹം, ഇതിനോടനുബന്ധിച്ചിട്ട് ഞാൻ ആകെ തകർന്ന ഒരു അവസ്ഥയിലെത്തിയിട്ടുണ്ട്. ആ അവസ്ഥ മറികടക്കാൻ പറ്റിയത് എനിക്ക് മീനിൻ്റെ പണിയാണ്. ആദ്യം കൈക്കോട്ട് പണിയും കല്ലുകൊത്തും, മെഷീൻ കല്ല് തട്ടലെല്ലാം ആയാലും അതിനെല്ലാം ജീവിതത്തിൽ ദുരിതം മാത്രമേ തന്നിട്ടുള്ളൂ. പക്ഷേ മീൻ പണി എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്കൊരു പുതിയൊരു ജീവിതം കിട്ടിയ പോലെ, വലിയൊരു കൂലി കിട്ടി, നല്ല മീൻ തിന്ന് കുട്ടികളുടെ ആരോഗ്യം, ഭാര്യയുടെ ആരോഗ്യം, അങ്ങനെ ഒരു മനസ്സമാധാനമായി. അതുവരെ വീടില്ലാത്ത ആ സമയത്ത് മീൻ പണിയെടുത്ത് സമ്പാദിച്ചുകൊണ്ട് ഞാൻ ഈ വീട്, ഈ സ്ഥലം വാങ്ങി. അത് ആദ്യകാലത്ത് എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ പണിക്ക് പോകുന്ന സമയത്ത് തന്നെ, കല്യാണം കഴിച്ച ആ സമയത്ത് വരും ഒരു വർഷം ഞാൻ 50ഓളം പ്രൊഫഷണൽ നാടകം കാണാറുണ്ട്. അത് ശബ്ദം ചെയ്യല, ഓരോ കൊല്ലവും ഇത്ര നാടകം കാണും. അങ്ങനെയായിരുന്നു അന്ന്. നാടകം കാണും, അവിടെ പോയി കിടക്കും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആ കാലത്തുള്ള ഈ കല്ലുകൊത്തുമ്പോഴും ഈ കൈക്കോട്ട് പണിയെടുക്കുമ്പോഴെല്ലാം ഉള്ള ദുരിതം ഒരു കാരണം ഇത് തന്നെയാണ്. പിന്നെ കിട്ടിയ പൈസക്ക് പുസ്തകം വാങ്ങുക, ഇതെല്ലാം ആയിരിക്കാം ചിലപ്പോൾ അന്നത്തെ ദുരിതം. പക്ഷേ മീൻ പണിയെടുത്ത് ആ സമയത്ത് ഒരു കുറച്ച് കാലം ഞാൻ വായിക്കുകയോ എഴുതുകയോ ചെയ്തില്ല.
പക്ഷേ മീനിൻ്റെ ഒരു പലതരം അനുഭവത്തിൽ മീൻ പണി നമ്മൾക്ക് കൊണ്ടുത്തരും, പലതരം അനുഭവങ്ങൾ. ഈ അനുഭവം എന്നിൽ നിന്ന് ഒരുപാട് കവിതകളുണ്ടായി, മീൻ കവിതകൾ. അതിലൊരു കവിതയാണ് ഈ ആഴങ്ങളിലെ ജീവിതം എന്ന് പറഞ്ഞ ആദ്യത്തെ പുസ്തകം. അതിന് അറ്റ്ലസ് കൈരളി കവിതാ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. അത് തമിഴിലേക്ക് മൊഴിമാറ്റി പോയിട്ടുമുണ്ട്. അപ്പം മീൻ ജീവിതം എന്ന് പറയുന്നത് പലതരം മനുഷ്യരെ കാണാം, പല ജീവിതങ്ങളെ കാണാം. അതിന് നമ്മൾ ഓരോരുത്തരും വിറ്റുകൊണ്ടേയിരിക്കുന്ന ഒരു ജീവിതമുണ്ട്. അതിന് ഒരു നിമിത്തമായിട്ട് 2 പേരെ ഞാൻ കണ്ടിട്ടുണ്ട് കണ്ണൂർ കടപ്പുറത്ത്. ഒരു പച്ച എന്ന് പറയുന്ന ഒരു പെണ്ണുങ്ങൾ, ഒരു 60ഓളം വയസ്സ്, ഇയാൾക്ക് 35 വയസ്സുള്ള. ഇവർ രണ്ടാളും ജോഡിയായിട്ട് എപ്പോഴും ഒന്നിച്ച് തന്നെ. ഈ സ്ത്രീയെ ഇയാൾ എന്താ ഉണ്ടാവുക എന്ന് ഉള്ളൊരു തോന്നൽ എനിക്ക് അന്നുണ്ടായി. അങ്ങനെയാണ് ഞാൻ മീനും വേശിയും എന്ന് പറഞ്ഞൊരു കവിത എഴുതാനും കാരണം. ചത്ത മീനിൻ്റെ കണ്ണ് നോക്കി ഇത് പുതിയത് അത് പഴയത് ഞാൻ വിളിച്ചു പറയും. നിൻ്റെ കയ്യിലെ ചുളുങ്ങിയ നോട്ടിൽ ഇന്ന് എൻ്റെ അയക്കൂറ. നിൻ്റെ കണ്ണിലും മീനിൻ്റെ കണ്ണിലും ഉറക്കച്ചടവ്. കണ്ണു നോക്കി ഞാൻ വിളിച്ചു പറഞ്ഞു നിനക്കും മീനിനും പുതുമണം. ഇങ്ങനെ പറയുന്ന ചില കവിതകൾ എന്നിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ വായന ഒരു വായനശാലയിൽ നിന്നല്ല, അല്ലെങ്കിൽ പുസ്തകം സ്വന്തം വില കൊടുത്ത് വാങ്ങിയിട്ട് അല്ല. അതിനിടയിൽ ചില കണ്ണികളുണ്ട്. ഞാൻ കവിതകൾ എഴുതി കൊടുക്കും കോളേജിലെ കുട്ടികൾക്ക്, മാഗസീനിലേക്കെല്ലാം. അപ്പോൾ ഒരു കവിത എഴുതി കൊടുത്താൽ അവർ എനിക്ക് കുറച്ച് പുസ്തകം കൊണ്ടു തരും കോളേജിൽ നിന്ന്. ആദ്യകാലത്ത് അങ്ങനെയായിരുന്നു, അവരുടെ പേരിൽ അവർക്ക് കൊടുക്കും കവിതകൾ. അപ്പോൾ എൻ്റെ കവിത അവർ കൈയെഴുത്ത് മാസികയോ അല്ലെങ്കിൽ സോവനിയറോ അതുപോലെയുള്ള ഇതിൽ കൊടുക്കും. അങ്ങനെ ഞാൻ കാണും. പക്ഷേ അവർ കൊണ്ടുതരുന്ന പുസ്തകങ്ങൾ ഈ ബംഗാളി നോവലുകൾ, ബിമൽ മിത്രേൻ്റെ എല്ലാം നോവലുകളാണ്. അങ്ങനെയാണ് ഞാൻ പലതും ഈ വിവർത്തന പുസ്തകങ്ങൾ, ലീല സർക്കാരിൻ്റെ വിവർത്തനം ചെയ്ത പല പുസ്തകങ്ങളും ഞാൻ വായിക്കാൻ കാണും. അത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ നേട്ടം. ഈ കുട്ടികളില്ലെങ്കിൽ, കോളേജിലേക്ക് പഠിക്കുന്ന കുട്ടികളില്ലെങ്കിൽ ഇത്രയും നല്ല മനോഹരമായ പുസ്തകങ്ങൾ എനിക്ക് കിട്ടില്ല. പുസ്തകത്തിന് പുറമെ, വായിച്ചെടുക്കുന്നതിന് പുറമെ ഞാൻ കാഴ്ചയിലൂടെ പല മനുഷ്യരുടെ ജീവിതവും, ചിലർ എന്നെപ്പോലുള്ള തീരെ വിദ്യാഭ്യാസം ഇല്ലാത്തവർ പറയുന്ന ചില വാക്കുകൾ, ഗംഭീരമായ വാക്കുകൾ, ഈ വാക്കുകളെല്ലാം എൻ്റെ മനസ്സിലേക്ക് വന്ന് അതിന് ആ കാലത്ത് 80 ആ കാലത്ത് വലിയൊരു ചർച്ച, പൈങ്കിളി പുസ്തകങ്ങൾ വായിച്ചിട്ടായാലും വലിയൊരു ചർച്ചയുള്ള ഒരു കൂട്ടം ഉണ്ടായിരുന്നു എൻ്റെ നാട്ടിൽ. ആ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തലില്ല. എനിക്ക് വിദ്യാഭ്യാസവും ഇല്ല, പിന്നെ എന്നെക്കുറിച്ച് അവർക്ക് അത്ര വലിയ ധാരണയൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്നെ ഉൾപ്പെടുത്താറില്ല. അതിന് എന്താ ഒരു വഴിയെന്ന് ഞാനിങ്ങനെ ആലോചിക്കാൻ തുടങ്ങി. ഞാൻ അന്നേ 2 പത്രം എല്ലാ ദിവസവും വായിക്കും, മാതൃഭൂമിയും മനോരമയും വായിക്കും. ആദ്യം വായിക്കുന്നത് എഡിറ്റോറിയലിൻ്റെ മുകളിൽ മഹത് വചനം ഉണ്ടാവും. ആദ്യം വായിക്കുന്നത് ആ മഹത് വചനം. ഓരോ മഹത് വചനവും എൻ്റെ തലച്ചോറിലത് അങ്ങനെ കട്ടിയായിട്ട് നിൽക്കും. അപ്പോൾ ഇവരെല്ലാം വിചാരിക്കാൻ തുടങ്ങി, എടാ ഇവന് ഭയങ്കര വിവരമാണ്, ഇതൊരു തരം തട്ടിപ്പാണ്. എൻ്റെ മറ്റുള്ളവരുടെ ഇടയിൽ എനിക്ക് ആളാവാനുള്ള ഒരു തട്ടിപ്പ് ഞാൻ നടത്തി. പക്ഷേ എനിക്ക് വലിയൊരു ഗുണം ചെയ്തു. എന്താണെന്ന് പറഞ്ഞാൽ ഒരു സമ്പത്തിനെക്കുറിച്ചാണ് വിഷയം ചർച്ച ചെയ്യുന്നതെന്ന് വെച്ചാൽ, സമ്പത്ത് ആത്മാവിൻ്റെ വിഷമാണ്, ഷേക്സ്പിയർ എന്ന് ഞാൻ അന്നേരം പറയും. അങ്ങനെ ഒരുപാട് തത്വങ്ങൾ സൂക്ഷിച്ച് ഒരു തലയായിരുന്നു ഇത്. 2015 ഞാൻ മീൻ പണി നിർത്തിയത്. അപ്പോൾ അന്നേരം എനിക്ക് തോന്നി ഒരു ചായപ്പീടിക തുടങ്ങാം. ചായപ്പീടിക അങ്ങനെയാണ് ഞാൻ ഇവിടെ എൻ്റെ നാട്ടിൽ തന്നെ ഒരു ചായപ്പീടിക തുടങ്ങിയത്. അപ്പോൾ ഈ ചായപ്പീടികയിൽ ഒരുപാട് സമയം ഉണ്ട്. വളരെ ചെറിയ കച്ചവടമുള്ളൂ, 10, 40, 50 ചായ മാത്രം വിറ്റുപോകുന്ന ഒരു പീടികയാണ്. അവിടെ ഒരുപാട് സമയമുണ്ട്. ഈ സമയം വിനിയോഗിക്കുക എങ്ങനെയാണ്? അന്നേരമാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്, ഈ വായനശാലകളെല്ലാം ഉറങ്ങിക്കിടക്കുന്ന സമയം, ഇവരെല്ലാം ഗ്രാൻഡും വാങ്ങി ഒന്നും ചെയ്യുന്നില്ല. എന്തെങ്കിലും ഒരു വായനയെക്കുറിച്ചുള്ള ഒന്നും ചെയ്യാത്തതുകൊണ്ട് എനിക്ക് തോന്നി ചായപ്പീടികയിൽ ഒരു പുസ്തക ചർച്ച നടത്തിയാലോ, ആൾക്കാർ കൂടുമോ എന്നൊരു സംശയമുണ്ട്.
പക്ഷേ ഇതിന് മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെടണമല്ലോ. ഇതെങ്ങനെയാണ് ഈ ആശയം ഗുണമുണ്ടെങ്കിൽ മാത്രമേ നിലനിൽപ്പുള്ളൂ. ആശയത്തിന് ഒരു ശക്തിയില്ലെങ്കിൽ അത് തളർന്നു പോകും. അങ്ങനെ ഞാൻ എൻ പ്രഭാകരൻ മാഷെ വിളിച്ച്, അപ്പോൾ എൻ പ്രഭാകരൻ മാഷുമായിട്ട് ഞാൻ നല്ലൊരു ബന്ധമാണ്. എൻ്റെ ഒരു മഴപ്പള്ളൽ എന്ന് പറഞ്ഞ ഒരു കവിതാ സമാഹാരത്തിന് അവതാരിക എഴുതിയ ഇത് മാഷായിരുന്നു. ആ ബന്ധം വെച്ച് മാഷോട് ചോദിച്ചു, മാഷ ഇങ്ങനെ ഞാനൊരു ചായപ്പീടികയിൽ ഒരു പുസ്തക ചർച്ച നടത്താൻ തോന്നും, ഒരു ആഗ്രഹമുണ്ട്, മാഷ അഭിപ്രായം എന്താണെന്ന്. മാഷ് പറഞ്ഞത് ഗംഭീര ആശയമാണ്, ഞാനുണ്ടാവും, ഞാൻ ഉദ്ഘാടനം ചെയ്യും. അങ്ങനെയാണ് ഈ വരാന്ത ചായപ്പീടിക പുസ്തക ചർച്ച എന്ന് പറഞ്ഞാൽ ഈ ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ച്. അതിന് ദളിത് ജീവിതം അടിസ്ഥാനമാക്കിയിട്ടുള്ള പുസ്തകം എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം കരിക്കോട്ടക്കരി, ബിനോയ് തോമസിൻ്റെ കരിക്കോട്ടക്കരി എന്ന് പറഞ്ഞ പുസ്തകമാണ് ഞാൻ എടുത്തത്. ഈ കരിക്കോട്ടക്കരി ഞാൻ ഒരുപാട് വിറ്റതാണ്. അപ്പോൾ ജനങ്ങളിലേക്ക് എത്തിയ പുസ്തകമാണ് അന്നേരം. അപ്പോൾ ആൾക്കാർ വരും, ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റും. എന്താന്ന് പറഞ്ഞാൽ ഈ കരിക്കോട്ടക്കരി എടുക്കാനുള്ളൊരു കാരണം ചോമനതുടി എന്ന് പറഞ്ഞ ഞാൻ ചെറുപ്പത്തിൽ വായിച്ചൊരു പുസ്തകം, ശിവരാമ കാരാന്തിൻ്റെ ചോമനതുടി. ചോമൻ്റെ തുടി എന്നാണ് മലയാളത്തിൽ, ചോമനതുടി എന്ന് കർണാടകത്തിൽ സിനിമയുണ്ട്. ആ സിനിമ ഞാൻ കാണുകയും ചെയ്തിട്ടുണ്ട്. ലോകേഷാന്ന് തോന്നുന്നു അത് അന്ന് അഭിനയിച്ചത്. അപ്പോൾ ഇത് ഗംഭീര ആശയമായി മാറി. അതിനുശേഷം അതേ ഇതുപോലെ ദേശം വരുന്ന ദളിത് ജീവിതം വരുന്ന പുസ്തകങ്ങൾ, കോരുവാനത്തിലെ ഭൂതങ്ങൾ എടുത്തു രണ്ടാമത്തെ. പക്ഷേ എനിക്ക് പുസ്തക ചർച്ച നടത്തുന്ന ആ സമയം തന്നെ എൻ്റെ മനസ്സിൽ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ജയമോഹനെ കാണുക, ജയമോഹനെ വിളിക്കുക, ഈ 100 സിംഹാസനങ്ങൾ. ഞാനും അത് ഒരുപാട് പുസ്തകം വിറ്റതാണ്. അപ്പോൾ ഈ 100 സിംഹാസനങ്ങൾ ചർച്ചക്കെടുക്കുക. എൻ്റെ ഭാഗ്യത്തിന് അവർ വരുവാണെങ്കിൽ അതൊരു വലിയൊരു നേട്ടമായിരിക്കും. എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. എന്തായാലും കാരണമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഈ 100 സിംഹാസനങ്ങൾ ഭാഷാഭൂഷണിയിൽ വരുമ്പോൾ അറംനാട്ടം പറഞ്ഞ ആ പേരല്ലാന്ന് തോന്നുന്നു വന്നേ. അറംനാട്ടം ആദ്യത്തെ പേരുന്നു എനിക്ക് തോന്നുന്നു, ഓർമ്മ ശരിക്കില്ല. പക്ഷേ ഈ 100 സിംഹാസനങ്ങൾ വായിച്ചിട്ട് എൻ്റെ മാനസിക നില തെറ്റിപ്പോയ ഒരവസ്ഥയുണ്ടായിരുന്നു അന്ന്. ഈ ഉറക്കമില്ല. രാത്രി നഗ്നയായ ഈ സ്ത്രീ, ഈ കലക്ടറുടെ അമ്മ, നഗ്നയായ സ്ത്രീ ഇങ്ങനെ വരും. ഒരു നായാടി വിഭാഗം, ഇങ്ങനെ ഒരു മനുഷ്യ സമൂഹം കേരളത്തിലുണ്ടായി എന്ന് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത വല്ലാത്ത വേദന ഉണ്ടാക്കുന്ന ഒരനുഭവമായിരുന്നു ഈ വായന. എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല, ഇങ്ങനെ മനുഷ്യരുണ്ടാവുമോ? കല്ലെടുത്ത് എറിയുക, പകൽ വെളിച്ചത്തിൽ ഒരു മനുഷ്യൻ എന്ന് പറയുന്നുള്ള നായാടി വിഭാഗം പുറത്തിറങ്ങുമ്പോൾ ഇവരെ കല്ലെടുത്ത് എറിയുന്ന സമൂഹം, എച്ചിൽ തിന്നുന്ന സമൂഹം. ഭയങ്കരമായൊരു വേദന അനുഭവിക്കുന്ന ഒരു പുസ്തകമാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ എനിക്ക് കാണണമെന്ന് ആഗ്രഹിക്കുക. അങ്ങനെ ജയമോഹൻ ഒരു ദിവസം ഞാൻ വിളിച്ചു, ഫോണെടുത്ത് അവർ പറഞ്ഞ്, ഷുക്കൂർ, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു, ഞാൻ നിങ്ങളെ ഈ പുസ്തകം വായിച്ചിട്ട് ഞാൻ ആശുപത്രിയിൽ ഡോക്ടറെ കാണിക്കേണ്ടി വന്നു, കുറച്ച് ദിവസം ഗുളിക കുടിക്കേണ്ടി വന്നു, മാനസിക നില തെറ്റിപ്പോയി എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ഇവർക്കൊരു അനുഭവം ഉണ്ട് അവിടെ നാട്ടിൽ. ഇതേ അനുഭവം ഇവരോട് വേറൊരാൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു വായനക്കാരനെ, ഒരു എഴുത്തുകാരൻ എങ്ങനെ ഇഷ്ടപ്പെടുന്നെന്ന് അതാണ് അടയാളം. അവരുടെ പൂർണ്ണമായ ഒരു വായന എനിക്ക് കിട്ടി എന്ന് അവർക്കും തോന്നിയിട്ടുണ്ടാവും. ഈ വായനയിൽ അവരെന്ത് ചെയ്ത് എന്നോട് പറഞ്ഞു, ഞാൻ വരും, പക്ഷേ ഞാൻ അമേരിക്കയിലേക്ക് പോവുകയെന്ന്, അടുത്ത മാസം വരും, എന്നിട്ട് വന്ന ആ സമയം തന്നെ ഞാൻ വിളിക്കാമെന്ന്. അങ്ങനെ കൃത്യമായ ആ സമയത്ത് വിളിക്കുകയും ചെയ്തു. അതേ മൂന്നാമത്തെ പരിപാടി ജയമോഹൻ്റെ 100 സിംഹാസനങ്ങൾ അവിടെ ചായപ്പീടിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു.